നമ്മൾ ഒരു ക്രിസ്മസ് റീത്ത് ആണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്രിസ്മസ് റീത്ത് എന്താണെന്നുള്ളത് ഞാൻ ഒരു ചെറിയ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഞാനൊരു ബ്രീഫായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ ഈ റീത്ത് എന്ന് പറയുന്നത് നമ്മൾ അഡ്വെന്റ് സൺഡേക്ക് മുമ്പ് വരുന്ന സാറ്റർഡേ ചെയ്യുന്നതാണ് ഈ ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്നത്. ഇത് 16th സെഞ്ച്വറി മുതൽ ഇത് പ്രാബല്യത്തിലുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് ടി വിയിൽ സിനിമയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളിത് കാണാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇന്ന് അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്നത് നമുക്ക് സർക്കിൾ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ സർക്കിളിനും ഒരു സ്റ്റോറി ഉണ്ട്. എന്ന് വെച്ചാൽ ഇറ്റേണിറ്റി എന്ന് വെച്ചാൽ ഇത് ഫുൾ നോ എൻഡ്, ഒരു സ്റ്റാർട്ടിങ് പോയിന്റും ഇല്ല എൻഡിങ് പോയിന്റും ഇല്ലാത്ത രീതിയിലാണ് സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇറ്റേണിറ്റി, നോ എൻഡ്. നമുക്ക് സ്നേഹത്തിനും ഒന്നിനും ഒരു എൻഡ് ഇല്ലെന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. അപ്പം സർക്കിള് അതുപോലെ തന്നെ ഇത് എവർഗ്രീനാണ്. നമ്മളൊരു എവർഗ്രീൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സന്തോഷം ഫീൽ ചെയ്യാൻ നമുക്ക് എപ്പോഴും അറിയാം. ഒരു പച്ച ഏരിയ, നമ്മളൊരു പച്ചിപ്പ്, നമ്മളെന്ന് പറയുമ്പം ഗ്രീനറി കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നല്ലൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫീലും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഗ്രീനാണ് ഫുള്ള് അതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണീശോയെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി നമ്മൾ എൻട്രൻസ് ഡോറിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ തയ്യാർ ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് നമ്മൾ തയ്യാർ ചെയ്തിട്ട് ഞാൻ ഡോറയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താമസിക്കാതെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് റീത്ത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്നൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്ത് നമ്മൾ തയ്യാർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു നമ്മുടെ ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ റൗണ്ട് ഷേപ്പിന് ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഞാൻ പറയാം, ചെറിയ ഒരെണ്ണം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെറുത് തുടങ്ങാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് കട്ടാണ്. നമ്മുടെ കുക്കറിൻ്റെ അടപ്പിൻ്റെ അകത്തെ വെക്കുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പാണ്. ചെറിയൊരു റീത്ത് ഉണ്ടാക്കാൻ ഇതും മതിയാവും. കണ്ടില്ലേ, ഇത് റൗണ്ട് ഷേപ്പാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പൈപ്പ് യൂസ് ചെയ്യാം. റൗണ്ട് ഷേപ്പിൽ ഇച്ചിരി കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കവറാണിത്. നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൽ ഇടുന്ന കവറാണ്. ഈ കവറും നമുക്ക് റീത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കളയുന്നത്, ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിലുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ റീയൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. നമ്മളൊന്നും നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ഇത് കണ്ടിട്ട് ആ ഒരു തലമുറയിലും നമുക്ക് അതങ്ങോട്ട് കൈമാറാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് റീയൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ ഐറ്റംസും തന്നെ കാണും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പ് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളത് നമ്മൾ എടുക്കുക, ഇച്ചിരി കട്ടിയായിട്ടുള്ളത്. കണ്ടില്ല, ഈ ഒരു കനത്തിലാണ് വേണ്ടത്. നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ ഒരു കനം ഉണ്ടെങ്കിൽ മതിയാവും. ഞാനിവിടെ നിങ്ങളെ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുളയുടെ ഒരു തണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എടുത്തതാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇതാണെങ്കിലും ഞാനിപ്പോൾ കാണിച്ച ഏത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് കട്ടിയില്ല അല്ലേ, തീരെ കനക്കുറവാണ്. അപ്പോൾ ഇതിന് നമുക്ക് കട്ടിയും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ മുളയുടെ കമ്പെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിലും ഞാൻ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഒരു കമ്പേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. ഇങ്ങനെ റൗണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു കമ്പ് ഉണ്ടെങ്കിൽ അയ്യോ അതിന് കട്ടിയില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കല്ലേ. അപ്പോൾ അത് നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെയുള്ള കമ്പും നമുക്ക് ഇച്ചിരി കനത്തിൽ കൊണ്ടുവരാനായിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ ന്യൂസ് പേപ്പറുകൾ കാണും അല്ലേ. ഇല്ലെങ്കിൽ പേപ്പറില്ലാത്ത വീടുകളില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ന്യൂസ് പേപ്പർ നമ്മൾ ഇതിൽ റോൾ ചെയ്ത് നമ്മൾ കട്ടിയായിട്ട് കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഇതിനകത്ത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു കനം വരുന്നവരെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ റിങ്ങിൽ നമ്മൾ പേപ്പർ ഒന്ന് ചുറ്റാൻ പോവാണ്. കാരണം റിങ്ങിന് കട്ടി കുറവാണ്, കണ്ടില്ലേ. അപ്പോൾ ഇച്ചിരി നമ്മൾ കനം വെക്കാൻ വേണ്ടി, ഇതിന് കനം കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വീട്ടിലെ പേപ്പർ വെച്ച് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു പേപ്പർ, നമ്മൾ വീട്ടിൽ ന്യൂസ് പേപ്പർ ആയാലും ഏത് പേപ്പർ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല.
നമുക്ക് ഇച്ചിരി കട്ടിയായിട്ട് തന്നെ നമുക്കിത് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് പേപ്പറിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ചുറ്റാൻ പോവാണ്. അപ്പോൾ ഇതിന് നമുക്ക് പശ വേണം. അപ്പോൾ നമ്മൾ ഒന്ന് പശ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. പേപ്പർ മൊത്തം നമുക്കിതിലങ്ങ് ചുറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് പശ പുരട്ടി കൊടുത്താൽ മതി. അപ്പം അത് ഒട്ടി പിടിച്ചോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പേപ്പർ ഇച്ചിരി കനത്തിൽ ഇങ്ങനെ ചുറ്റി മൊത്തം റിങ് മൊത്തം നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ഒരു റൗണ്ടിൽ നമുക്ക് അത്ര കനത്തിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇത് ഒരു റൗണ്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ട് ഒരു റൗണ്ടും കൂടെ എടുക്കാം. അപ്പോൾ ഞാനിത് മൊത്തം റൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം. റീത്തിന് വേണ്ടി നമ്മളെടുത്ത ബാംബൂ റിങ്ങിൽ നമ്മൾ പേപ്പർ ചുറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മളിപ്പോൾ പേപ്പർ അവിടെ ഇവിടെ ഇതായിട്ടിരിക്കുന്നുള്ള ഒരു വിഷമം വേണ്ട. കാരണം ഇത് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഗ്രീൻ ഗാർലൻഡ് വെച്ച് നമ്മൾ ചുറ്റാൻ പോവാണ്. അപ്പോൾ ഇതിനൊരു പൊലിമ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പേപ്പർ വെച്ച് നമ്മളിതൊന്ന് റൗണ്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലൻഡ് നമ്മളൊന്ന് ചുറ്റി കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ ഗാർലൻഡ്, ഗ്രീൻ കളർ ഗാർലൻഡ് ഇതിലേക്ക് നമ്മൾ ചുറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഗ്രീൻ കളർ ഗാർലൻഡാണ്. ഗ്രീന്, ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീനും കോമ്പിനേഷനാണിത്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഷോപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം നമുക്കിനിയും ഇത് നമുക്ക് ഒന്ന് ചുറ്റാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു കമ്പി, ചെറിയൊരു നൂൽക്കമ്പി കെട്ടിക്കൊടുക്കാം. അതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. ഇതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു കമ്പി ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിത് റൗണ്ടായിട്ട് നമുക്ക് അടുപ്പിച്ച് നല്ല കനത്തിൽ തന്നെ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. പേപ്പർ കാണരുത്, പേപ്പർ കാണാതെ തന്നെ നമുക്കിത് ചുറ്റിയെടുക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു നമ്മൾ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്നും ഇതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത് അവർക്ക് അത്ര ഇതറിയത്തില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ ഒരു ഫണ്ണാണ് അല്ലേ, ഫണ്ണ്. അതുപോലെ തന്നെ അവർക്കൊരു ക്രിയേറ്റിവിറ്റി, അവർക്കിത് കാണുമ്പോൾ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഇതെന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അവർക്കും ഉണ്ടാകും. അപ്പം നമുക്ക് അന്നേരം ഇവർക്ക് ആ ഒരു ചെറിയൊരു സ്റ്റോറി ചെറുതായിട്ട് അവർക്കും നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതെല്ലാം പേപ്പർ ഒന്നും കാണാത്ത രീതിയിൽ അടുപ്പിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ ഇതുപോലത്തെ ചെറിയ കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് തീരെ കനം കുറഞ്ഞ ഡെക്കറേഷന് യൂസ് ചെയ്യുന്ന കമ്പിയാണിത്. നമ്മളിപ്പോൾ അതാണ് ഇതിനകത്ത് യൂസ്, കാരണം നമ്മൾ പുറമേ കാണാൻ പറ്റത്തില്ല, തീരെ കനം കുറഞ്ഞ കമ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചുറ്റുന്നതനുസരിച്ച് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ ഈ ഒരു കമ്പി ഇതിൽ ചുറ്റി കൊടുക്കണം.
കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് റൗണ്ടിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് നമ്മളൊന്ന് ഇതിലൊന്ന് പിടിച്ചിട്ട് വേണം നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു റൗണ്ട് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരുന്നോളും. ലൂസായി പോകരുത്, ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ കിട്ടുമ്പോൾ തന്നെ നമ്മളൊന്ന് ഓരോ റൗണ്ട് എടുക്കുമ്പോഴും ടൈറ്റായിട്ട് തന്നെ പോവാം. ഒത്തിരി അങ്ങ് വലിക്കരുത്. ജസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും, ഒന്ന് വലിക്കുമ്പം നമുക്ക് അടുത്ത ലെയർ ടൈറ്റായിട്ട് വരുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തെ ക്രിസ്മസിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഉണ്ണീശോയെ വരവേൽക്കാനാണ് നമ്മളിത് ഡോറിൽ നമ്മൾ വെക്കുന്നത്. എൻട്രൻസ് ഡോറിൽ നമ്മൾ കയറുന്ന ആ എൻട്രൻസ് ഡോറിൻ്റെ പുറത്താണ് വെക്കുന്നത്, അകത്തല്ല കേട്ടോ. ഞാനത് കാണിക്കാം. ഞാൻ വെക്കുമ്പോഴും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഡോറിൽ നമ്മൾ പുറത്താണ് ഇത് വെക്കുന്നത്. അപ്പം ഇതൊരു ഗ്രീനാണ്, എവർ ഗ്രീൻ. നമ്മൾ മൊത്തം 3 ഗാർലൻഡ് ഇപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റിങ്ങിനനുസരിച്ച് എത്ര വരുമെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ എടുത്ത റിങ്ങിന് നമുക്കിപ്പം 3 ഗാർലൻഡ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റിങ് നന്നായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ന്യൂസ് പേപ്പർ ഒന്നും കാണുന്നില്ല, നമ്മൾ അത്ര തിക്കായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നല്ല ഡെൻസായിട്ട് ഇരിക്കണം. നല്ല കണ്ടില്ലേ, പേപ്പർ ഒന്നും കാണാത്ത രീതിയിൽ തന്നെ നമ്മളൊന്ന് ചുറ്റിയെടുക്കുക. ഇനി അപ്പോൾ നമ്മുടെ റീത്ത് നമ്മൾ കണ്ടില്ലേ, ഗ്രീൻ കളറിൽ നമ്മൾ എല്ലാം നമ്മുടെ ഗാർലൻഡ് നല്ല തിക്കായിട്ട് നല്ല ഡെൻസായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് കുറച്ച് മെറ്റീരിയൽ പണ്ടത്തെ കാലത്ത് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ഹെർബ്സ്, ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ബെറീസിൻ്റെ ഒരു റെഡ് കളറ്, ഹെർബ്സിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ, ഇതെല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കണ്ടില്ലേ ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൊത്തം ചുറ്റുമല്ല, നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഏരിയയിലായിട്ട് ഇത് നമ്മൾ ചുറ്റി കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്കിത് അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കളർ റെഡും ഗ്രീനും കൂടെ ഒരു ഫ്രൂട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഷേപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇതേ കണ്ടില്ലേ, ഫ്രൂട്ട്സ് ഉള്ള ഒരു ഷേപ്പ് പോലെ. അതുപോലെ തന്നെ ലീവ്സ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ഇതിൽ വന്നതാണ്. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് ഏരിയയിലായിട്ട് ഇങ്ങനെ മൊത്തം ചുറ്റുന്നല്ല, ചില ഏരിയയിലായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മളിതൊന്ന് ചുറ്റി കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മളിനിയും നമ്മുടെ ഈ കളർ റെഡും ഗ്രീനും കൂടെ ചേർന്ന കളറാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഈ 4 ഭാഗമായിട്ട്, ഈ ഫ്രണ്ടിലെ 2 ഏരിയ അതുപോലെ ഈ സൈഡിലെ 2 ഏരിയയിലുമാണ് ഇതിപ്പോൾ നമ്മൾ ചുറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചുറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു കമ്പി ചുറ്റി കൊടുക്കുക. ഇത് ഓൾറെഡി നമുക്ക് അകത്ത് കമ്പിയാണ് വരുന്നത്, അത് കാരണമാണ് ചുറ്റുമ്പോൾ അതുപോലെ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ കമ്പി ഇതിൽ കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ഏരിയ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏരിയയിലേക്കാണ് ചുറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇത്രയും ഏരിയ നമ്മൾ ഗ്യാപ്പ് വിടുകയാണ്. വിട്ടതിന് ശേഷം ഇവിടെയാണ് ചുറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ തീരുന്ന എൻഡിനകത്തും നമുക്കൊരു കമ്പിയും ചുറ്റി കൊടുക്കാം. ഈ കമ്പിയാണ്. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിലൊന്നും കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചുറ്റി അത് അകത്തേക്ക് മടക്കി വെക്കുക. ആ എൻഡൊന്ന് നമ്മളൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ 2 ഏരിയ നമ്മൾ ചുറ്റി കഴിഞ്ഞു. ഇനി അടുത്തത് ഈ 2 ഏരിയയാണ് നമ്മളിപ്പോൾ ചുറ്റാൻ പോകുന്നത്. ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഡെക്കറേഷൻ എന്ന് വെച്ചാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബെൽസ്, ക്രിസ്മസ് ഫാദർ ഒക്കെ നമ്മുടെ ക്രിയേഷനാണ്. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ റീത്ത് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡെക്കറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെർഷൻ കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേണമെങ്കിൽ ബെല്ല് നമുക്ക് വെക്കാം, ബോൾസ്, അതുപോലെ ക്രിസ്മസ് ഫാദറിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു ബൊമ്മ പോലെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ആക്ച്വലി റീത്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോർമലായിട്ട് വെക്കാനായിട്ട് റീത്ത് എന്ന് പറയുന്നത് ഇത്രയേ വരത്തുള്ളൂ, ഇത്ര ഡെക്കറേഷനേ വരത്തുള്ളൂ.
അപ്പം നമുക്ക് ഇച്ചിരൂടെ ഒന്ന് നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു അട്രാക്റ്റീവായിട്ടും ആൾക്കാർ വരുമ്പോൾ ഒന്ന് അട്രാക്ഷന് വേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒരു ഐറ്റംസ് കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബെൽസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ബോസ് വെച്ച് ക്രിസ്മസ് ഫാദറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി ഇതിനകത്ത് എല്ലാം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ഇപ്പം ഇനി ഇതിലേക്ക് എല്ലാം നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ബോൾ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാർ ചെയ്തതാണ്. നമുക്ക് വീട്ടിൽ ഹാങ്ങിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ തന്നെ ഈ പ്രാവശ്യം നമുക്ക് ട്രീയിലിടുന്ന ഹാങ്ങിങ്സ്, ക്രിസ്മസിന് വേണ്ട ഹാങ്ങിങ്സ് എല്ലാം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കാണുക. കണ്ടതിന് ശേഷം ഈ ബോൾസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാർ ചെയ്തെടുക്കാൻ പറ്റിയ ബോൾസ് ആണ്. ഇത് രണ്ടും ഞാൻ ചെയ്തതാണ്. ഇനിയുണ്ട് ഇതുപോലത്തെ ഒത്തിരി ഹാങ്ങിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ട്രീസിലിടാനും നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കാണുമ്പോൾ രസമാണ്. നല്ല ഹാങ്ങിങ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു ബോളാണ്, 2 ബോൾസ് വെച്ചിട്ടുണ്ട്, 2 ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിനകത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ നല്ലപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ബെല്ല് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് കമ്പിയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. ഇനി നമുക്കിത് നമ്മുടെ സെൻറ്റർ നോക്കി നമ്മളിത് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതൊരു പെട്ടെന്ന് എനിക്കൊന്ന് തൂക്കിയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻട്രലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബെല്ല് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഹെവി ആയിട്ടുള്ള ബെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്ര വലുതായിട്ടില്ലെങ്കിൽ ചെറിയ ബെല്ല് നമുക്ക് വീട്ടിൽ തയ്യാർ ചെയ്യാം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് വിഷമിക്കേണ്ട, ബെല്ല് വീട്ടിലില്ലാത്തവർ വിഷമിക്കേണ്ട. അപ്പം നമുക്കിത് നന്നായിട്ട് വീട്ടിൽ തന്നെ തയ്യാർ ചെയ്യാം. അപ്പം ഇനി അടുത്തത് ഇതുപോലെ ചെറിയൊരു ക്രിസ്മസ് ഫാദർ, അതുപോലെ ഏറ്റവും കൂടുതൽ ചെറിയ ബെല്ലാണ്. ഇത് നമ്മൾ ഈ സൈഡ്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ടി വിയിലും സിനിമയിലും ഒക്കെ നമ്മൾ ടി വി വെക്കുമ്പോൾ സിനിമയ്ക്കകത്ത്, സീരിയലിനകത്ത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നമുക്ക് അമേരിക്ക, ഇംഗ്ലണ്ട്, സ്പെയിൻ ഇങ്ങനെയുള്ള കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ കാണാൻ പറ്റുന്നതും. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും അധികം പ്രചാരത്തിൽ ആരും ചെയ്യാറില്ല. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് ആരും അങ്ങോട്ട് ഇത് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്വന്റ് സൺഡേക്ക് മുമ്പ് വരുന്ന സാറ്റർഡേ ആണ് നമ്മളിത് റീത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസിൻ്റെ 1 മാസം മുമ്പ് മുതലേ നമ്മൾ വീട്ടിൽ ഈശോയെ നമ്മൾ വരവേൽക്കാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഒന്ന് എന്താ പറയുന്നത് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ക്രിസ്മസ് റീത്ത് തയ്യാർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഗ്രീൻ ആണ്, എവർ ഗ്രീൻ ആണ് കാണിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞത് ഇറ്റേണിറ്റി ആണ്, നോ എൻഡ്. ഇതൊരു സർക്കിൾ തുടങ്ങിയാൽ അതിന് എൻഡ് ഇല്ല. അപ്പം ഇത് നമുക്ക് കാണിക്കുന്നത് നല്ലൊരു സിമ്പിളാണ്. അതുപോലെ തന്നെ ഇത് നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ണീശോയെ വരവേൽക്കാനും അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ആണെങ്കിലും ഒരു മനസ്സും കൊണ്ട് ഒരു സന്തോഷം അല്ലേ. അപ്പോൾ നമ്മൾ ഇത് തയ്യാർ ചെയ്ത രീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നമുക്ക് എന്ത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഗാർലൻഡ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് സീസണിൽ, ന്യൂ ഇയർ സീസണിലൊക്കെ ഇങ്ങനത്തെ കുറേ വരും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷോപ്പിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പം നമുക്കും വീട്ടിൽ നല്ല അടിപൊളി റീത്ത് തയ്യാർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ കാരണം നമ്മൾ എല്ലാവരും ക്രിസ്മസ് എന്താണെന്നും ക്രിസ്മസ് റീത്ത് എന്താണെന്നും അഡ്വന്റ് എന്താണെന്നും അഡ്വന്റ് ക്യാൻഡിൽ എന്താണ് എല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം.
അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ അറിവിലുള്ളത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അതൊന്ന് മനസ്സിലാക്കി നമുക്കും വീട്ടിലൊരു ക്രിസ്മസ് റീത്ത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞായിരുന്നു ക്രിസ്മസ് റീത്ത് 2 ഉണ്ട്. ഒന്ന് നമ്മൾ മെയിൻ ഡോറിലാണ് വെക്കുന്നത്, പിന്നീട് ഒരെണ്ണം നമ്മൾ ടേബിളിൽ വെച്ചിട്ട് നമ്മൾ അതിൽ 5 ക്യാൻഡിൽസ് വെക്കാറുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്നത് ഫ്രണ്ട് ഡോറിൽ, എൻട്രൻസ് ഡോറിലേക്കാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് എൻട്രൻസ് ഡോറിലേക്ക് ഞാൻ വെച്ച് കാണിക്കാം. ഇപ്പം നമ്മുടെ ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മെയിൻ ഡോറിലാണ് നമ്മളിത് ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് തൂക്കിയിടാം. ക്രിസ്മസിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്, നമ്മൾ ക്രിസ്മസ് റീത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് കാണുക. നമ്മൾ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നിങ്ങളുടെ